ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലാ മുലാബിസില്ലഹു, ആ ഫീലിലെ മാനാനെയും മുലാബിലിസേക്ക് ചേർക്കലാവുന്നത് മഅത്തൂഫുൻ, ഇത് മഅത്തൂഫാണ്. അല ഇലാമാ ഹുവലഹു, ഇലാമാ ഹുവലഹു പറഞ്ഞില്ലേ, അയിമക്ക് അത്ഫ്. അപ്പോൾ മാഹുലിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഹഖീഖത്താണ് അയിമക്ക് അത്ഫ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിൻ്റെ മുലാബിലിസിലേക്ക് നിസ്ബയ്യലാവുന്നത് അത് നിസ്ബത്തുൽ ഫീലിയോ മാനാഹു ഇലാ മുലാബിസില്ലഹു, ഫീലിൻ്റെ മാനാനെയും അതിൻ്റെ മുലാബിസിലേക്ക് ചേർക്കലാവുന്നത് മുഗായിരിൽ മുലാബിസില്ലദീ ദാലിക്കൽ ഫീലു മാനാഹു മബ്നിയുല്ലഹു, ഫീലും മാനാക്കുള്ളതും ആവുന്നതിലേക്ക് എടുക്കപ്പെട്ടതാണ്. അങ്ങനത്തെ മുലാബിസിൻ്റെ ഗൈറായ മുലാബിസ് ചേർക്കലാവുന്നത്. രണ്ട് മുലാബിസുണ്ട്, ഹഖീഖിയ മുലാബിസും ഉണ്ട്, മജാസിയ മുലാബിസും ഉണ്ട്. പക്ഷെ ഈ മുലാബിസ് ചേർക്കുമ്പോൾ എന്ത് വേണം? കരീനത്ത് വേണം. അത് ശേഷം പറയുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ദാലിക്കൽ മുഗായിറു, ഈ മുഗായിർ അമ്മുമിന്നയ്യക്കൂന മുഗായിറം ഫിൽ വാഖഇ, വാഖയിൽ തന്നെ ഗൈറാകാൻ ചിലപ്പം. ഏതുപോലെ? മുവഹിദ് പറയും പോലെ. എന്ത് പറയാ? പിന്നെ അമ്പത്തെ റബിയുൽ ബഖല, അമ്പത്തെ റബിയുൽ ബഖല എന്ന് മുവഹിദ് പറഞ്ഞാൽ അത് ഗൈറല്ലേ? യഥാർത്ഥ മുമ്പിത്തള്ളയല്ലേ? അപ്പോൾ ഒരു മുവഹിദ ചങ്ങായി അമ്പത്തെ റബിയുൽ ബഖല എന്ന് പറഞ്ഞാൽ അത് മുഗായിറാണ്. ഔഫേത്തിക്കാതിൽ മുത്തക്കല്ലിമി ഫഖത്ത്, അല്ലെ മുത്തക്കല്ലിം വിശ്വാസത്തിൽ മാത്രം, ഏത്തിക്കാതിൽ മാത്രം ഗൈറായാലും മതി. കഖാലു മുഅ്തസിലി പറയുമ്പോൾ ഖലഖല്ലാഹുൽ അഫ്ആല കുല്ലഹ ഉണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ വാഖഇനോട് ഒത്താണ്. പക്ഷേ മുത്തക്കല്ലിമിൻ്റെ വിശ്വാസപ്രകാരം അത് ഗൈറാണ്. ഓൻ്റെ വിശ്വാസപ്രകാരം അള്ളാഹു അല്ല, അടിമയാണ് ഖൽഖ് ചെയ്യുന്നത് ഫീലിനെ. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ മൊത്തത്തിലേക്ക് തന്നെ വരട്ടെ. ഒരു മുഗായിറിലേക്ക് ചേർക്കലാവുന്നത് തഅവ്വുലോട് കൂടി ചേർക്കലാവുന്നത് മുത്താലിക്ക് ബി നിസ്ബ, നിസ്ബിനോടാ മുത്താലിക്ക്. ഐ നിസ്ബത്തുഹു ഫീലിമീനുമാനായി ചേർക്കലാവുന്നില്ല. മുലാബിസിലേക്ക് ചേർക്കലാവുന്നത് ബി നസ്ബി കരീനത്തിൻ മാനിയത്തിൻ മിൻ കൗനി നിസ്ബത്തി ഇലാ മാ ഹുവ ലഹു, ഈ നിസ്ബ മാഹുലിലേക്ക് ആകലിനെ വിട്ട് മുടക്കുന്ന ഒരു കരീനത്തിന് നാട്ടിങ്ങോണ്ട് ചേർക്കലാവുന്നത് മജാസുൻ നഖ്ലിയുൻ പദാവെന്ന്. ചുരുക്കം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കരീനത്തുണ്ടായിക്കൊണ്ട് ഗൈറിലേക്ക് ചേർത്താൽ മജാസ് അഖ്ലിയാണ്. ഹഖീഖത്തിന് എന്തിൻ്റെ ആവശ്യമില്ല? കരീനത്തിൻ്റെ ആവശ്യം ഇല്ല. ഒന്നും പറഞ്ഞാൽ ഹഖീഖത്താ പറഞ്ഞത് നമ്മൾ നോക്കേണ്ടി. പക്ഷേ ഒന്നും പറഞ്ഞില്ലെങ്കിൽ മജാസാവൂല, അതിന് കരീനത്ത് തന്നെ വേണം. പിന്നെ തസ്മിയത്തുഹു ബിൽ മജാസി, ഇതിന് മജാസ് പേരൊക്കെ ഉള്ള കാരണം എന്താണെന്നറിയോ? ബിഇതിബാരി അന്നഹു മുതജാവിദുൻ മഹല്ലിഹിൽ, ഈ നിസ്ബ അതിൻ്റെ മഹലിനെ വിട്ട് കടന്നതാണ്. അതുകൊണ്ടാണ് വിട്ടുകിടക്കൽ നടത്തുമ്പോഴുള്ള മജാദ് വിവരിച്ചത്. എന്നാൽ പിന്നെ അഖിലി പേരക്കാൻ കാരണം എന്താണ്? തക്കീദുബിൽ അഖിലി, ഈ അഖിലി പേരക്കാൻ കാരണം ഈ പാദത്തി ഉസൂലി ആദ്യ നിസ്ബത്തി ബി കസ്തിൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിലെ കസ്തൻസ് അനുസരിച്ചാണ് നിസ്ബാൻ്റെ ഉസൂലിനെ വാദിപ്പിക്കുന്നതിലൂടെ ദൂല വാദിനെ കൂടാതെ വെക്കപ്പെട്ട മാനാൻ്റെ അല്ലാത്ത മാനിയിലാണ് വെച്ചാൽ നല്ലവിടെ നോക്കുന്നത്. യഥാർത്ഥ ഫായിലല്ലാത്ത ഫായിലേക്കാണ് ചേർത്താൻ നോക്കുന്നത്. ആ തീരുമാനിക്കൽ അഖിലല്ലേ. അതുകൊണ്ടാണ് മുത്തക്കലിമിൻ്റെ കസ്ത് നിസ്ബ ചെയ്ത് ചേർക്കുന്നത് കൊണ്ട് ഇവനെ വാദിപ്പിക്കുന്നത് കൊണ്ടാണ് അഖിലിയിൽ വേറിട്ടത്. അഖില് തീരുമാനിക്കുന്ന കാര്യമായതുകൊണ്ട് വാദിനെ കൂടാതെ. ഇനി വേറെ ലോഹിയ മജാസ് വരുന്നുണ്ട്. ലോഹിയ മജാസ് ആകുമ്പോൾ നോക്കണത് അഖിലിനേക്കാൾ നോക്കലെടുക്കാണ്. വെക്കപ്പെട്ട മാനല്ലാത്ത മാനിയിലാണോ യഥാർത്ഥ മാനിയിലാണോ എന്നുള്ളത് നോക്കണത്. ഇനി വരട്ടെ. വശുരിത്ത, ഷർത്താക്കപ്പെടുന്നതാണ് ഫിൽ മജാദിൽ അഖ്ലി, ഈ മജാദ് അഖ്ലിയിൽ ഷർത്താക്കപ്പെടുന്നതാണ് തസവ്വുറുൽ ഹഖീഖത്തി, ഹഖീഖത്തിനെ തസവ്വുറാക്കണം. യഥാർത്ഥ ഒരു ഫായിൽ ഈ പരുന്നവൻ്റെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് എനിക്ക് ചേർക്കണം, വയറിലേക്ക് ചേർക്കണം. ഇപ്പോൾ യക്കൂലിൽ ഫീലിംഗ് ഉണ്ടായതുകൊണ്ട് ഫായിലുൻ, ഒരു ഫായിലോ ഔ മഫൂലുൻ അല്ലെങ്കിൽ നൈബ് ഫായിലോ, അപ്പോൾ അങ്ങനെ അർത്ഥം വെക്കണം. ഫാഫൂലുണ്ടോ? ഇതാവുസ്നദിലേഹി യക്കൂൽ ഇസ്നാദു ഹഖീഖത്തൻ, ആ ഫായിലേക്കും നായിബ് ഫായിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇസ്നാദ് എന്തായി ഹഖീഖത്തായി മാറും. അങ്ങനെയുള്ള നായിബ് ഫായിലോ അല്ലെങ്കിൽ ഫായിലോ ആർക്ക് വേണം? ഈ ഫീലിലേക്ക് ഉണ്ടാവണം. അതാ ഇതിൻ്റെ അർത്ഥം. ശുര്യത്ത തസവ്വുറുൽ ഹഖീഖത്തി എന്ന മത്തിൻ്റെ മാന വഹിയ, ആ തസവ്വുർ അല്ലെങ്കിൽ ഹഖീഖത്ത് ഇമ്മ ജലീയത്തുൻ, ഒന്നുക വളരെ ജലീയാണ് ഈ കാര്യം, വളരെ വ്യക്തമാണ് ഈ കാര്യം. ഒരു ജലീയ ഹഫീത്ത് വാക്കിൽ വരും കേട്ടോ. കൗലിഹി തആല ഫമാ റബിഹത് തിജാറത്തുഹും, അവിടെ കച്ചവടം ലാഭിച്ചില്ല. അവിടെ യഥാർത്ഥ ഫായിലാണ് മാ റബിഹു ഫീ തിജാറത്തിഹിം, തിജാറത്തിൽ അവർ ലാഭിച്ചില്ല എന്ന ഹഖീഖിയ ഫായില വാവാം. ഔ ഹഫിയത്തുൻ, അല്ലെങ്കിൽ ആ ഹഫിയ മറിഞ്ഞെടുക്കണ കമാ ഫീ കൗലി ഇബ്നുൽ മുഅദ്ദിലി, ഇബ്നുൽ മുഅദ്ദിലിൻ്റെ വാക്കിലുള്ളതുപോലെ. എന്താ മൂപ്പര് പറയണത്? പിന്നെ മുഅദ്ദൽ എന്ന് വായിക്കണേ കാരണം അല്ലേ?
റഅയ്നാ സഫ്ഹതൈ ഖമരി യഫൂഖു സനാഹുമൽ ഖമറ യസീദുക വജ്ഹുഹു ഹുസ്നാ ഇദാ മാ സിത്തഹു നളറാ. റഅയ്നാ നമ്മൾ കണ്ടു സഫ്ഹതൈ ഖമരി, ഖമറിൻ്റെ രണ്ട് സഫഹത്തുകളെ കണ്ടു, രണ്ട് ഇരു പാർശ്വങ്ങളെ കണ്ടു. ഇതിൻ്റെ ഖമറിൻ്റെ സഫഹത്തൈ ഖമരി എന്നാണ് പറഞ്ഞത്. യഫൂക്ക് സനാവുമ, അതിൻ്റെ തിളക്കം മേലെയാവുമൽ ഖമറ, സാക്ഷാൽ ഖമറിനിക്ക് മേലെയാവും. അപ്പോൾ ആദ്യത്തെ ഖമർ എന്താ എല്ലാം മനസ്സിലായി, മജാസിയായ ഖമറാണ്, ഒറിജിനൽ ഖമറല്ല മനസ്സിലായില്ലേ. വരട്ടെ. ഇവിടെ കണക്കാണെന്നല്ല കണക്കെടുടെ, യസീദുൻ്റെ അവിടെ കണക്കെടുക്കുന്നത്. യസീദുക വജുഹുഹു, അവൻ്റെ വജുഹിൻ്റെ, ആദ്യം പറഞ്ഞ ഖബറുണ്ടല്ലോ, ആ ഖമറിൻ്റെ വജുഹ് നിനക്ക് ഏറ്റും ഹുസ്നിനെ ഏറ്റും. അവിടൊപ്പം യസീദുവിൻ്റെ ഫായില് വജുഹ, വജുഹ് ഏറ്റും ഹുസ്നിനെ ഏറ്റും എന്നാണ് പറഞ്ഞത്. ഇവിടെ യഥാർത്ഥ ഫായിൽ ഒരിക്കലും എന്തല്ല, വജുഹിനെ പിടിച്ച് ഫായിലാക്കാൻ പറ്റൂല. ഇതാമാദിത്തഹു നദറ, വജുഹിലേക്ക് നീ നോട്ടത്തെ ഏറ്റും തോറും എന്തിനേറ്റും ഹുസ്നെ നോക്കും തോറും ചുർക്ക് കൂടി 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 വരാൻ തോന്നുന്നു. അതപ്പോൾ പറയണേ അവിടെ യഥാർത്ഥ ഫായിൽ ആരാണ്, അള്ള ഏറ്റിന്നോ എന്തെങ്കിലും ചുരുക്കേണ്ടി വരും, അല്ല പൊക്കണ്ടേ. യഥാർത്ഥ ഫായിൽ ആരാന്ന് നോക്കേണ്ടിട്ടൊന്നും അല്ല. കരീനത്തിന് തസവറാക്കൽ ഷർത്താണ്, ഐശ്വര്യത്ത ഫീഹി മജാദക്കലി ഷർത്താക്കപ്പെടുന്നതാണ്. തസവൂർ കരീനത്തിന് തസവറാക്കണം. അസാരിഫത്തി, തിരിക്കുന്നതായ, അനിറാദത്തിൽ ലാഹിരി കലാമി, ലാഹിർ കലാമിനെ ഉദ്ദേശിക്കലിനെ വിട്ട് തിരിക്കുന്ന ഒരു കരീനത്തും ആരെടുക്കലും വേണം, മുത്തകിലൊരിക്കൽ വേണം. ഇപ്പം കരുത്ത് ചാരിക്കൊണ്ട് വരണം എന്നർത്ഥം. ഇതായത് മുത്തബാദിറുൽ ദിഹിനി, ഈ കേൾക്കുന്നവൻ്റെ മനസ്സിലേക്ക് ഓടി വരൽ, ഇന്തെന്തിഫാ ഇതിൽ കരീനത്തി, അടയാളങ്ങളൊന്നും നാട്ടാത്ത നേരത്ത് ഈ കേൾക്കുന്നവൻ്റെ മനസ്സിലേക്ക് ഓടൽ, ഹുൽ ഹക്കീകത്തു, ഹക്കീകത്താണ്. ഒന്നും പറഞ്ഞ മനസ്സിലേക്ക് ഏതാ ഓടുക, നമ്മൾ ഓനിട്ട് ഓൻ പറഞ്ഞാൽ ശരിയാന്നല്ലോ വിചാരിക്കേണ്ടത്, ഓൻ്റെ മനസ്സിലുള്ളേക്കാരൻ പറഞ്ഞെന്നല്ലോ വിചാരിക്കേണ്ടത്. ഫഹിയ, ആ കരീനത്ത് ഇമ്മ ലഫ്ലിയത്തിൻ്റെ ലഫ്ലിനാണ് ഈ കാരം, ലഫ്ലിയാണ് ഈ കാരം. ഇനി വേക്കിൽ വരും മാനവീയായിട്ട്. കമാന്ന കീലുല്ലാഹി, ഇനി ശേഷം കീലുല്ലാഹി ഒരു പാട്ടുണ്ട്, ആ പാട്ടിൽ കീലുല്ലാഹി എന്ന വാക്ക് പോയതുപോലെ കര്യത്തെ ലഫ്ലിയത്തൻ, കര്യത്തെ ലഫ്ലിയ കര്യത്തായതുപോലെ അല സർഫി അനില്ലാഹിരി, ലാഹിനത്തോട് തിരിക്കണം എന്നതിന് മേലുള്ള കര്യത്തായതുപോലെ ബീസിനാദി മയ്യസാൻഹോ മയ്യസാനോ കുൻസു അന്നൻ കുൻസുഇ എന്ന് വരുന്നുണ്ട്. അവിടെ മയ്യസ എന്ന ഫീലിനെ ചേർത്തു എങ്ങോട്ട്, ഇലാ ജദ്ബില്ലയാലി, ജദ്ബില്ലയാലിയിലേക്ക് ചേർക്കേണ്ട മയ്യസിനെ പിടിച്ചിങ്ങാണ്ട് അവിടെ ഫി ഔരബിൻ്റെ ജീവൻ്റെ പാട്ടിൽ ആ മയ്യസാൻ ഹൂനെ ജദ്ബില്ലയാലിക്ക് ചേർത്തോടത്ത് ലാഹിനെ വിട്ട് തിരിക്കുന്നുണ്ട് എന്നതിന് ലഫ്ലിയ കരീനത്താണ് കീലുല്ലാഹി എന്ന വാക്ക്. ആദ്യം ഇയാൾ വിശ്വാസം നമുക്ക് തിരിഞ്ഞിരുന്നില്ല, ശേഷം അയാൾ കീലുല്ലാഹി പറഞ്ഞപ്പോൾ മനസ്സിലായി ഇയാളെ മനസ്സിലുള്ള കാര്യം, ഇയാൾ യഥാർത്ഥ ഫായിൽക്കല്ല ചേർത്തതെന്ന് മനസ്സിലായി. ഖദ് അസ്ബഹത് ഉമ്മുൽ ഖിയാരി തദ്ദഇ അലയ്യ ദംബൻ കുല്ലഹു ലം യസ്നഇ മിൻ അൻ റഅത് റഅസി കറസിൽ അസ്ലഇ മയ്യസന്നു കുൻസു അന്നൻ കുൻസുഇ ജദ്ബുൽ ലയാലി യബ്തി ഔ വസിരിഹി അഫ്നാഹു ഖീലുല്ലാഹി ലിശംസി തുലുഇ ഹത്താ ഇദാ വാറാകി ഉഫുഖുൻ ഫർജിഇ യാ ബിൻത അമ്മി ലാ തലൂമി വൽജഇ. ഇയാൾ കെട്ടിയത് സ്വന്തം അമ്മിൻ്റെ മോളെ കെട്ടിയത്, അയാളെ ഭാര്യനെ പറ്റിയാണ്. അസ്മുൽ ഖിയാർ ഭാര്യൻ്റെ പേരാ. കഥ അസ്ബഹത് ഉമ്മുൽ ഖിയാർ, ഉമ്മു ഖിയാർ ആയി തദ്ദഇ വാദിക്കുന്നവളായി, അലയ്യ എൻ്റെ മേൽ ദമ്പൻ പല തെറ്റുകളെയും. കുല്ലുഹു വായിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്നാ കുല്ലുഹു ഒരു തെറ്റും ലമസ്നഇഹി, അതിനെ ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് ഹൂക്ക് കളയപ്പെട്ട ഹൂ ഉണ്ടാക്കിയാൽ മതി. ആ തെറ്റൊന്നും ഞാൻ ചെയ്യാത്തതാണ്, അങ്ങനത്തെ പല തെറ്റുകളും അവള് എൻ്റെ മേൽ വാദിക്കാൻ തുടങ്ങി. ഇനി കുല്ലഹൂലം മസ്ന, എല്ലാം കൂടി ഒന്നും ഞാൻ ചിലതൊക്കെ ചെയ്തിട്ടുണ്ടോ ഔട്ടോ. അങ്ങനെ ആകുമ്പോൾ കുല്ലഹൂ നോക്കുകയാണെങ്കിൽ മിൻ അൻറഅത്ത് റഅസിയനെ തലയോട് കാണാൻ തുടങ്ങിയത് മുതൽക്ക് റഅസിൽ അസ്ലഹി കഷണ്ടി തല പോലത്തെ തല കാണാൻ തുടങ്ങിയത് മുതൽക്ക് ഞാൻ വയസ്സനായി തോന്നിയപ്പേ ഓക്കിന്നെ വേണ്ട, കാണണോ പറയണമൊക്കെ തെറ്റാ. പിന്നെ മയ്യസന്നു കുൻസു അന്നൻ കുൻസുഇ, ആ തലയെ തൊട്ട് ഓരോ കെട്ടിനെ തൊട്ട് എന്ത് ചെയ്തു, വേർതിരിച്ചു. ആര്, ജദബുല്ലയാലി, രാത്രിയുടേതായിരിക്കുന്ന ചാടി പോകല്, അങ്ങനത്തെ രാത്രികളാണ്. അബുത്തി, ആക്കം പോലെ വെളുക്കടി എന്ന് പറയപ്പെടും. ആ വസിരി, അല്ലെങ്കിൽ പെട്ടെന്ന് വെളുക്കടി എന്ന് പറയപ്പെടും. രണ്ട് സൈസ് രാത്രി ഉണ്ട്. നല്ല സുഖമാണെങ്കിൽ എന്താ പറയുക, ആക്കുമ്പോൾ നേരം വെളുത്താൽ മതി. നീക്കാറും ഭയങ്കര വല്ലുവേദനയും കഷ്ടപ്പാടൊക്കെ ആണെങ്കിലോ പെട്ടെന്ന് നേരം വെളുത്തായിട്ടാൽ മതി. നീക്കാറ് ഡോക്ടറെ കാണാൻ പോകാൻ.
അത് ചുരുക്കി പറഞ്ഞാൽ രണ്ട് നിലക്ക് പറയപ്പെടുന്ന സുഖവും ദുഃഖവും സമ്മിശ്രമാതായിരിക്കുന്ന രാത്രികൾ ഉണ്ടായിരുന്നു. ആ രാത്രികളുടെ ചാടി അങ്ങനെ ഓരോന്നോരോന്ന് കഴിഞ്ഞു പോകലാണ് എന്തുണ്ടാക്കി തീർത്തത്, എൻ്റെ തലയിൽ ഇങ്ങനെ മുടി ഇങ്ങനെ കാക്കി തീർത്തത്. അഫ്നാഹു, ആ തലയെ നശിപ്പിച്ചു. അതാ കീലുല്ലാഹി, യഥാർത്ഥ ഫായിൽ ഇപ്പോൾ പറയൽ തുടങ്ങി. കീലുല്ലാഹി, അല്ല പറയല് ശംസി, സൂര്യനോട് തുലുഈ, ഉദിക്കടി എന്ന് പറയല്, അത് നേരം വിളിക്കല്. അത്താ ഇതാ വാറാക്കി ഉൻ, ചക്രവാളനെ മറച്ചു കഴിഞ്ഞാൽ ഫർജിഈ, നീ സൂര്യ നീ മടങ്ങിക്കോ. അപ്പോൾ സൂര്യനോട് വൈകുന്നേരമായി അസ്തമിക്കാനും പറയും, നേരം വെളുക്കാൻ ഉദിക്കാനും പറയും. ആര് പറയും? അല്ല പറയും. ആ പറച്ചിലാണ്. യബിൻ തമ്മി, എമ്മിൻ്റെ മോളെ, ലാ തലൂമി, എന്നെ ആക്ഷേപിക്കല്ലേ, വൽജഈ, പോയി കിടന്നുറങ്ങിക്കോ. ഇവിടെ എന്താ കണക്ക്? അവിടെ ജദ്ബൂനെ പിടിച്ച് ഫായിലാക്കിയത് മജാദാണ്. ഇവിടുന്ന് മനസ്സിലായി കീലുല്ലാഹി എന്ന ലഫ്ളോട് മനസ്സിലായതുകൊണ്ട് ഇവിടുത്തെ കാര്യത്തിന് ഫ്രീയാണ് എന്നപ്പോൾ പറയുന്നത്. ഔ മാനവീയത്തിന് മാനവിയാണ് ഈ കാരംബ്യം യസ്തുറ അമ്പത്തറബിയോ അമ്പത്തറബി എന്ന വാക്കുണ്ടാകൽ കൊണ്ട്, അമ്പത്തറബിയിൽ വക്കല എന്ന വാക്കുണ്ടാകൽ കൊണ്ട്, പിന്നെ വഹരി ഏകത വിശ്വാസിൻ്റെ വക്കൽ നിന്നുണ്ടായത് കൊണ്ട്, ഏകത വിശ്വാസിയാണ് എന്ന് മുഹാത്തബിന്, ഈ മുത്തകലിമിൻ്റെ വക്കൽ, മുത്തകലിമിൻ്റെ ആർക്കും അറിയാം, മുഹാത്തബിന് അറിയാം. പിന്നെ ഔ യസ്തഹീല ഖിയാമുഹു, അല്ലെങ്കിൽ ഈ ഫായിൽ നിൽക്കൽ മുഹാലാകൽ കൊണ്ട്, ബിൽ മദ്കൂരി പറയപ്പെട്ട മുസ്ലിദിലേഹിൽ, പറയപ്പെട്ട മുസ്ലിദിലേഹിൽ ഈ മുസ്ലിം നിൽക്കൽ മുഹാലാവുക. അക്കലൻ, ബുദ്ധി തന്നെ മുഹാലാണ്. കമാഫി മഹബത്തുക്ക ജാബത്തി ബിയിലേക്കാരും പോലെ, നിന്നോടുള്ള മഹബത്ത് എന്നെ നിന്നിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ അപ്പം മഹബത്തിനെ പിടിച്ച് ഫായിലാക്കിയില്ലേ, മഹബത്ത് കൊണ്ടുവന്നു. മഹബത്ത് കാരണമായിട്ട് ഞാൻ വന്നു എന്നേ പറയേണ്ടത്. ഔ ആദത്തല്ലേ, ആദത്ത് മുഹാലായാലും മതി. ഹസവൽ അമീർ റുജുന്ത, സാധാരണ അമീർ എന്ത് ചെയ്യല്ല, സൈന്യത്തെ ആട്ടി ഇറങ്ങയല്ല. ആരാണ് ഇറങ്ങല്? ശത്രുസേനയെ ആട്ടി ഓടിക്കാൻ തൻ്റെ പട്ടാളക്കാരാണ് ഇറങ്ങല്. ഇവിടെ ഇപ്പോൾ അമീർ തന്നെ ഹസമാൻ ചെയ്ത യഥാർത്ഥ ഫായിലാണോ അല്ലേ? അത് ഹസമൽ അമീർ ജുന്ത ഓഹോ ഫി കസ്രിഹിൽ വേക്കിൽ പറഞ്ഞേക്കാണെ നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ഇതിപ്പോൾ നമുക്ക് എവിടുന്ന് മനസ്സിലാക്കണം? ആദത്തിൽ സാധാരണ ഇറങ്ങലില്ല, രാജാവ് രംഗത്തേക്ക് ഇറങ്ങലില്ല. ഇവന്ന് മനസ്സിലാക്കി ഹസമൽ അമീർ ജുന്ത എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരാണ് എന്ത് ചെയ്തത്, സൈന്യമാണ് എന്ന് മനസ്സിലാക്കണം, യഥാർത്ഥ ഫായിലല്ല.